ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. അധ്യക്ഷ സ്ഥാനത്ത് കെ. സുരേന്ദ്രൻ തുടർന്നേക്കും. സംസ്ഥാന കൌൺസിൽ വിളിച്ചു ചേർക്കാൻ നിർദ്ദേശം നൽകി. അധ്യക്ഷനെ സംബന്ധിച്ച കേന്ദ്ര നിർദ്ദേശം ഉടനെത്തും. മറ്റന്നാൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം. വി എസ് രഞ്ജിത്ത്, സംസ്ഥാന കൌൺസിൽ വിളിച്ചു ചേർക്കാനുള്ള നിർദ്ദേശം ഇന്നലെയാണ് സംസ്ഥാന അധ്യക്ഷന് കിട്ടിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രനും എം.ടി. രമേശും രാജീവ് ചന്ദ്രശേഖറും അടക്കം ഒരുപാട് പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ. ആരെയൊക്കെയാണ് പരിഗണിക്കുന്നത്? സുജിയ, പരിഗണനാ പട്ടിക സുജിയ സൂചിപ്പിച്ച പോലെ തന്നെ 4-5 പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഉള്ള സാധ്യത അനുസരിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും നിലവിലെ സംസ്ഥാന അധ്യക്ഷന്മാർ തുടരട്ടെ എന്നൊരു തീരുമാനം ഉള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥമായ ഒരു പേര് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം അമിത്ഷായും നരേന്ദ്രമോദിയും ബി.എൽ. സന്തോഷും ജെ.പി. നദ്ദയും അടങ്ങുന്ന ആ 4-അംഗ സംഘം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ അതത് ആരാണോ അധ്യക്ഷൻ, ആരാണോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് അവരെ നേരിട്ട് അറിയിക്കുക മാത്രമാണ് ചെയ്യുക. ഏതായാലും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ ഇന്നറിയാം, അടുത്ത ആഴ്ച അറിയാം എന്നുള്ള അഭ്യൂഹങ്ങൾ തുടരുന്നതിനിടയിൽ ഇപ്പോൾ എന്ന് അറിയാമെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായൊരു തീയതി വരികയാണ്. അത് തിങ്കളാഴ്ചയാണ് സംസ്ഥാന കൗൺസിൽ വിളിച്ചു ചേർക്കേണ്ടത്. സംസ്ഥാന കൗൺസിൽ വിളിച്ചു ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സംസ്ഥാന കൗൺസിലിൽ അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. 23-ാം തീയതി ഞായറാഴ്ചയാണ് നോമിനേഷൻ കൊടുക്കേണ്ടത്. നോമിനേഷൻ വാങ്ങുന്നതിന് വേണ്ടി പ്രഹ്ലാദ് ജോഷിക്കാണ് അതിൻ്റെ ചുമതല. അദ്ദേഹം എത്തും. ആരെയാണോ നിശ്ചയിച്ചത് അദ്ദേഹം 23-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും 24-ാം തീയതി പ്രഖ്യാപിക്കുകയും ചെയ്യും. കെ. സുരേന്ദ്രൻ തുടരട്ടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം എന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ 4 പേരുകൾ പരിഗണനയിലുണ്ട്. ഒന്ന് നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം.ടി. രമേശ്, 2 നിലവിലെ സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ, മറ്റൊന്ന് മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്ത് മത്സരിക്കുകയും ചെയ്ത രാജീവ് ചന്ദ്രശേഖർ, മറ്റൊന്ന് നേരത്തെ അധ്യക്ഷനാവുകയും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള വി. മുരളീധരന്റെ പേരാണ്. ഇതിൽ വി. മുരളീധരൻ ഡൽഹിക്ക് പോകാനും ഡൽഹി ദേശീയ നേതൃത്വത്തിലേക്ക് വരാനുമുള്ള താല്പര്യം അദ്ദേഹം പ്രകടിപ്പിക്കുകയും അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു 3 പേരുകൾ സജീവമായി തന്നെ പരിഗണനയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ ഒരു സമവായത്തിലൂടെയുള്ള ഒറ്റ പേര്, അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ലല്ലോ അല്ലേ രഞ്ജിത്ത്? തരത്തിലും തെരഞ്ഞെടുപ്പിലേക്ക് പോവുക ഇല്ല എന്നുള്ളതാണ്. അതിൽ ഒരു സാധ്യതയുമില്ല. കേന്ദ്ര നേതൃത്വം നിശ്ചയിച്ച് നൽകുന്ന നോമിനേഷൻ നൽകാൻ വേണ്ടി നിശ്ചയിക്കുന്ന ഒരു വ്യക്തി, അതാരാണോ അദ്ദേഹം മാത്രം നോമിനേഷൻ കൊടുക്കുക എന്നുള്ളതായിരിക്കും. മറ്റുള്ളവർക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർക്ക് നോമിനേഷൻ നൽകാനോ അല്ലെങ്കിൽ അവരുടെ നോമിനേഷൻ സ്വീകരിക്കപ്പെടുകയോ ചെയ്യില്ല. കേന്ദ്ര നേതൃത്വം നിശ്ചയിച്ച് നൽകുന്ന ഒരാളുണ്ടായിരിക്കും. അദ്ദേഹം 23-ാം തീയതി ഞായറാഴ്ച നോമിനേഷൻ സമർപ്പിക്കും. മറ്റുള്ള ഈ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തന്നെ നോമിനേഷൻ നൽകുന്ന രീതിയിലേക്ക് പോവില്ല. ഒരുപക്ഷെ അതൃപ്തിയൊക്കെ പ്രകടിപ്പിക്കാനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. കാരണം പലരും അത്തരത്തിൽ തന്റെ അധ്യക്ഷ പദം ഉറപ്പാണ്. അതായത് പലരും പല ശ്രമങ്ങളും നടത്തിയിരുന്നു അല്ലേ രഞ്ജിത്ത്? ഡൽഹി യാത്രകളും ഒക്കെയായി പലരും പല ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിനകം. തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രമങ്ങൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന അധ്യക്ഷൻ 5 വർഷം കഴിഞ്ഞവർ മാറും എന്നൊരു വാർത്ത വന്നിരുന്നു. 5 വർഷമാണ് കാലാവധി നിശ്ചയിച്ചത്. ജെ.പി. നദ്ദ 5 വർഷം കഴിഞ്ഞ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും 5 വർഷം പൂർത്തിയാക്കുന്ന മറ്റധ്യക്ഷന്മാർ മാറുമെന്നുള്ളതായിരുന്നു. തമിഴ്നാട്ടിൽ പക്ഷേ അണ്ണാമലൈ 5 വർഷം പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനെ കെ. സുരേന്ദ്രൻ മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത പരിഗണനാ പട്ടികയിലുള്ള ആളുകൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവർ ഡൽഹിയിൽ പോയിരുന്നു, പല നേതാക്കന്മാരെയും കണ്ടിരുന്നു. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഫലം കാണുമോ അല്ലെങ്കിൽ അതെല്ലാം വിഫലമാവുമോ എന്നുള്ളത് ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാറുമോ അതോ കെ. സുരേന്ദ്രൻ തുടരുമോ? അതാണ് അറിയേണ്ടത്.